ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഫിഷ് കറിയാണ്. കുറച്ച് പേരൊക്കെ പറയാറുണ്ട് ഫിഷ് കറി വെച്ചിട്ട് ശരിയായില്ല എന്നൊക്കെ. അങ്ങനത്തെവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ഫിഷ് കറിയാണ് ഇത്. ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഫിഷ് കറിയുടെ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം എടുക്കുന്നതാണ് നല്ലത്. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനകത്ത് കറിവേപ്പില ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ ഇത് ടേസ്റ്റ് കൂടാനുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇത് കുതിരും. അന്നേരം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഈ പുളി അതിനകത്തോട്ട് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മളിത് കുറച്ച് നേരം തിളപ്പിക്കും. ആ സമയം ഇതിലത്തെ വെള്ളം വറ്റിപ്പോകരുത്. ഇപ്പോൾ നമ്മുടെ പുളി കുറച്ച് നേരമായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി മീൻകറി വെക്കാനുള്ള ഒരു ചട്ടി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിനുശേഷം ഒരു ലെയർ കറിവേപ്പിലയാണ് വെച്ച് കൊടുക്കുന്നത്. മീൻ അടുക്കി പിടിക്കാതിരിക്കാൻ ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും. 1 കിലോ മീനിന് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്തതായിട്ട് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച കുടംപുളിയിൽ നിന്ന് കുറച്ച് കുടംപുളിയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുടംപുളി ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്താൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അടുത്തതായിട്ട് ഫിഷാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു ലെയറായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ ഒരു ലെയർ ഫിഷ് വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മേളിലോട്ട് 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ നമ്മൾ കുറച്ചധികം കറിവേപ്പില യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയർ ഫിഷാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പുളിയുടെ ബാക്കിയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും കുടംപുളിയുടെ പുളി ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ കറി ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിനകത്തോട്ട് താളിക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പില 2 തണ്ട്, വെളുത്തുള്ളി പൊടിയായിട്ടരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത്. ഇനി ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഇപ്പം ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇതിനകത്തോട്ട് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ചേരുവകൾ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം അടുത്ത ചേരുവകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി പൊടിയായിട്ടരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, രണ്ട് തണ്ട് കറിവേപ്പില, 2-3 ഉണക്കമുളക് നടു പൊട്ടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴന്നു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ചില്ലി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. ഇതിലത്തെ വെള്ളമെല്ലാം നന്നായി പോകണം. ഇപ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റും ഉള്ളിയും എല്ലാം കൂടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മളിത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാൻ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മീനിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് ഈ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കരുത്, നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോവും. ഇപ്പം ഞാനിതിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. മീനെല്ലാം വെന്ത് കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്പൂൺ വെച്ച് ഒരുപാട് കുത്തി ഇളക്കരുത്. ഞാനിതിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. മല്ലിപ്പൊടിയൊന്നും ഇടാത്തതുകൊണ്ട് ഈ കറി പെട്ടെന്ന് കേടുവരത്തില്ല. തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം എടുക്കുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീൻ കറി ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും. അത്രയും നല്ല കറിയാണിത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്